അതിപുലർച്ചെ തന്നെ ബാരാക്കോട്ടിൽ നിന്നും യമുനോത്രിയിലേക്ക് യാത്ര തിരിച്ചു. അതുകൊണ്ട് തന്നെ പല രംഗങ്ങളും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സൂര്യൻ ഉദിച്ചു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം എത്താനായ സമയത്ത് മാത്രമാണ് സൂര്യൻ ഉദിച്ചത്. അപ്പോൾ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. യമുനോത്രിയിലേക്ക് 5 കിലോമീറ്ററാണ് നടക്കാനുള്ള ദൂരം. വാഹനം കുറേ ദൂരെ നിർത്തുന്നതുകൊണ്ട് ചിലപ്പോൾ 6 കിലോമീറ്റർ വരെ നടക്കേണ്ടി വരാം. ഇവിടെ നിന്ന് കുതിര സവാരി ആണ് എടുത്തത്. 1 മണിക്കൂർ കൊണ്ട് യമുനോത്രി എത്തി. അവിടെ എത്തിയ ശേഷമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. സൂര്യൻ ഉദിച്ചുയർന്ന സൂര്യനാണ്. യമുനോത്രിയിൽ നിന്നുള്ള രംഗങ്ങളാണ്. ജലത്തിൻ്റെ പ്രവാഹം തന്നെയാണ്. പല ഭാഗത്തു നിന്നും ഐസുരുകി വെള്ളം ഒലിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഹിമം കാണാം. ഇത് ഗംഗോത്രി ക്ഷേത്ര പരിസരമാണ്. യമുനോത്രി ക്ഷേത്ര സമുച്ചയമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വേദങ്ങൾ വേദന കർപ്പൂര നാളമല്ലോ. വേദങ്ങൾ മുക്തിതലങ്ങളല്ലോ. വേദന കർപ്പൂര നാളമല്ലോ. കണ്ണീരിലും ഞാൻ വെണ്ണയായി കുഴയുന്ന പുണ്യമല്ലോ. യമുനോത്രിയിലാണുള്ളത്. യമുനയിൽ കരകരപ്രിയയായിരുന്നെങ്കിൽ മഴമുകിലേ നിന്നെ തഴുകിയേനെ. നീ എന്നുമെന്നുമെന്നേമ സംഗീതത്തിൽ നീരാടി നിഗമങ്ങൾ യമുനയിൽ കരകര യമുനോത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഷ്ഠാനം ഇവിടെയുള്ള തീർത്ഥത്തിൽ കുളിക്കുക എന്നുള്ളതാണ്. പ്രകൃതിയുടെ വരദാനമായി സൾഫറിൻ്റെ സാന്നിധ്യം കൊണ്ട് ഒരു ചൂടുനീരുറവ യമുനോത്രി ക്ഷേത്രത്തിൽ ഉണ്ട്. ഇതും യമുനയിലെ ജലവും സമം ചേർത്ത് കുളിക്കാവുന്ന പാകത്തിന് താപനില ക്രമീകരിച്ച ശേഷം ആണ് നമ്മൾ അവിടെ കുളിക്കുന്നത്. ഈ 2 ജലവും ഒരു കുളം പോലെ, ഒരു ടാങ്ക് പോലെയുള്ളൊരു സ്ഥലത്തേക്ക് വരികയും അവിടെ കുളിക്കാനുള്ള സജ്ജീകരണവും ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു വഴിപാടാണ് അരിയും അതുപോലെ ഉരുളക്കിഴങ്ങെല്ലാം വേവിച്ചെടുക്കുന്ന ഒരു സമ്പ്രദായം ഇവിടെയുണ്ട്. ക്ഷേത്രത്തിലെ ചൂടുനീരുറവയിൽ നിന്നാണ് അത് ചെയ്യുന്നത്. കുറച്ച് വ്യത്യസ്തമായ സമ്പ്രദായമാണ് ഇവിടുത്തെ ആരാധനയ്ക്കുള്ളത്. ഇപ്പോൾ യമുനാദേവിയുടെ വിഗ്രഹമാണ് കാണുന്നത്.
ഇനി ഇതിൽ ഒന്ന് രണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കാം. കുതിര സവാരിയാണ് നമ്മൾ മുകളിലെത്താൻ ഉപയോഗിക്കുന്നത് എങ്കിൽ പകുതി ദൂരം നടന്ന ശേഷം കുതിര എടുക്കാതിരിക്കുക. ആദ്യമേ തന്നെ കുതിര എടുക്കുക. ക്ഷീണിച്ച ശേഷം കുതിരപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും അപകടങ്ങൾ പറ്റാറുണ്ട്. കുതിരയിൽ സവാരി ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. അതുകൊണ്ടാണ് പോകുന്ന വേളയിൽ ഒരു വീഡിയോ പോലും എനിക്കെടുക്കാൻ സാധിക്കാതിരുന്നത്. ഇടുങ്ങിയ പാറക്കെട്ടിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. പലപ്പോഴും നമ്മുടെ ശിരസ് സൂക്ഷിക്കണം, അല്ലെങ്കിൽ പാറയിലോ മറ്റു മരങ്ങളിലോ ഇടിക്കാനുള്ള സാധ്യത വളരെയുണ്ട്. ആ രംഗങ്ങളെല്ലാം ഇതിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ചിത്രീകരിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 5 അടിയോളം വീതിയുള്ള പാതയിലൂടെയാണ് നമുക്ക് നടന്നു കയറേണ്ടതും നടന്നിറങ്ങേണ്ടതും. ഒരേ മാർഗത്തിലൂടെയാണ്. ഞാൻ പോയത് കുതിരയിലും മടക്കം നടന്നിട്ടുമായിരുന്നു. മടക്കത്തിൽ റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിരാവിലെ കയറാനുള്ള തിരക്ക് വളരെ കൂടുതലാണ്. ഞങ്ങളൊരു വളരെ പുലർച്ചെ ഒരു 8 മണിയോടുകൂടി തന്നെ അവിടെ എത്തി. 6-നും 7-നും 8-നും ഇടയിൽ തന്നെ നമ്മളവിടെ എത്തുകയുണ്ടായി. അത്ര നേരത്തെ എത്തുന്നതിന് പകരം ഒരു 10 മണിയോടുകൂടി എത്തുന്നതായിരിക്കും കൂടുതൽ അനുയോജ്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. കുതിരയുടെ നിരക്ക് ഫിക്സഡ് അല്ല. തിരക്കനുസരിച്ചിട്ട് അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. ഒരു ഭാഗത്തേക്ക് ആണ് കൂലി പറയുന്നത്. ഞങ്ങൾ ഏതാണ്ട് ഒരു 3800ഓളം രൂപ ഈ ഇനത്തിൽ കൊടുക്കുകയുണ്ടായി. വളരെ ദൂരത്തൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലേക്ക് നമ്മൾ ദർശനം നടത്തുന്നതാണ് അവിടെ എത്തുന്നതോടുകൂടി. ഇത് കുത്തനെയുള്ള കയറ്റമാണ്. പിന്നെ ചാർധാം യാത്രയുടെ തുടക്കം യമുനോത്രിയിലായതുകൊണ്ടും ഇനിയും ഒരു 10 ദിവസം യാത്രയുള്ളതുകൊണ്ടും കുതിര എടുക്കുന്നതാണ് കൂടുതൽ അഭികാമ്യം. ഏകദേശം ശബരിമലയോളമൊക്കെ നമുക്ക് കയറാനുള്ളൂ. പമ്പയിൽ നിന്ന് ശബരിമലയിലേക്കുള്ള അത്ര ദൂരമേ ഉള്ളൂ. അപ്പോൾ ചെറിയൊരു പ്രശ്നം, ഇവിടെ ഓക്സിജൻ്റെ അഭാവം ചില വേളകളിൽ കയറുന്നവർക്ക് അനുഭവപ്പെടുന്നുണ്ടെന്ന് പറയുന്നു. എവിടെ നോക്കിയാലും ചെറിയ വെള്ളച്ചാട്ടങ്ങളാണ്, അതിമനോഹരമായ ദൃശ്യങ്ങളാണ്, ചെറിയ ചെറിയ കുറ്റിച്ചെടികളാണ്. വലിയ വൻവൃക്ഷങ്ങൾ പൊതുവെ കുറവാണ്. പല വെള്ളച്ചാട്ടങ്ങളും രൂപം കൊള്ളുന്നത് ഒന്ന് മഴ കൊണ്ടുണ്ടാവുന്നതുകൊണ്ട്, രണ്ടാമത് ഹിമം ഉരുകിയിട്ടുള്ളതുമുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഭൂപ്രകൃതിയെക്കുറിച്ച് വ്യക്തമായൊരു ചിത്രം നൽകാനാണ് ഇത് മൊത്തമായി റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 5 അടിയോളം വീതിയുള്ള വൃത്തിയുള്ള നടപ്പാതയാണ്. പക്ഷേ പലപ്പോഴും കുതിരകളും അതേപോലെ പിട്ടു എന്ന് പറഞ്ഞാൽ പുറത്താളെ കയറ്റിയിട്ട് മുകളിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അതേപോലെ ഡോളികൾ, ഇതെല്ലാം വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചിട്ട് നടക്കണം. നല്ല തിരക്കുള്ള വേളയിൽ ഈ 3 ഓപ്ഷൻസും, അതായത് കുതിരപ്പുറം, പിട്ടുവാണ് അപ്പോൾ നമ്മൾ കാണുന്നത്, പിട്ടു, അതേപോലെ തന്നെ ഡോളി, ഇത് 3ഉം ഉള്ളത് കൊണ്ട് പൊതുവെ ഒരു റിസ്ക് കൂടുതലാണ്. എവിടെ നോക്കിയാലും ചെറു വെള്ളച്ചാട്ടങ്ങൾ കാണാൻ പറ്റും. ഇടതൂർന്ന വനം പോലെ തോന്നിപ്പിക്കുന്ന മരങ്ങളുമുണ്ട്. 2 കുന്നുകൾ, 2 ചെങ്കുത്തായ കുന്നിൻ ചെരുവുകൾ,
അതിൻ്റെ നടുവിലൂടെ തഴുകി ഓടുന്ന യമുന. ഇതാണ് എവിടെ നോക്കിയാലും ദൃശ്യങ്ങളുള്ളത്. ഇപ്പോൾ ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മൾ നോക്കുന്നത്. വെള്ളച്ചാട്ടങ്ങൾ ഒരു 10, 20, 30 ഉണ്ടാവും. ചെറിയതും വലുതുമായിട്ടുള്ള ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ ഈ യാത്രയിലുടനീളം കാണാം. ഇത് തന്നെയാണ് ഉത്തരാഖണ്ഡിൻ്റെ സവിശേഷതയും. കാണുക, ആസ്വദിക്കുക. ഇവിടെ ചെറിയൊരു വ്യത്യാസം, ശബരിമലയിലൊക്കെ നമുക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അവിടെ താമസിക്കാനും കൂടുതൽ നേരം ചിലവഴിക്കാനും പറ്റും. പക്ഷേ ഇവിടെ നമുക്ക് കൂടുതൽ നേരം അവിടെ ഇരിക്കാൻ സാധ്യമല്ല. 1, 2, 3, 4 മണിക്കൂർ, അവിടെ താമസ സൗകര്യമൊന്നുമില്ല. 3, 4 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചിറങ്ങേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ നേരം അവിടെ ചിലവഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കുതിരപ്പുറത്ത് പോകുന്നതാണ് നല്ലത്, ആരോഗ്യമുള്ളവർ. അല്ലാത്തവർ ഒന്നില്ലെങ്കിൽ ഡോളിയിലോ അല്ലെങ്കിൽ പിട്ടുവിലോ യാത്ര ചെയ്യാം. തണുത്ത കാലാവസ്ഥയാണ്, നല്ലൊരു അന്തരീക്ഷം. ഇവിടെയെല്ലാം വലിയ തോതിലുള്ള മണ്ണിടിച്ചിലുകളുണ്ട്. ഈ യാത്രയിലുടനീളമുള്ള വലിയ പ്രശ്നം, ഏതു സമയത്ത് വേണമെങ്കിലും മണ്ണിടിച്ചിൽ കാരണം യാത്രയ്ക്ക് തടസ്സം നേരിടാം. കാലാവസ്ഥ പൊടുന്നനെ മാറി മറിയും. നല്ല വെയിലുള്ളപ്പോൾ തന്നെ പെട്ടെന്ന് അന്തരീക്ഷം മേഘാവൃതമാവുകയും മഴ പെയ്യുകയും ചെയ്യും. അതുകൊണ്ട് കുടയും കോട്ടും റെയിൻകോട്ടും ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ കരുതേണ്ടതാണ്. ഇത് വലിയ തോതിൽ ഇടിഞ്ഞ ഒരു മലയുടെ ദൃശ്യങ്ങളാണ്. അത് നമ്മുടെ വയനാട്ടിലൊക്കെ ഉണ്ടായ ദുരന്തത്തിനേക്കാളൊക്കെ എത്രയോ വലിയൊരു മലയിടിച്ചിലായിട്ടാണ് ഇത് കണ്ടാൽ തന്നെ നമുക്ക് തോന്നുന്നത്. പക്ഷേ ഇത് ഇവിടെ സർവ്വസാധാരണമാണ്. ഹിമാലയ പർവ്വതങ്ങൾ പൊതുവെ താരതമ്യേന പ്രായം കുറഞ്ഞ പർവ്വതനിരകളായിട്ടാണ് കണക്കാക്കുന്നത്. അവയുടെ മണ്ണിന് ബലം പൊതുവെ കുറവാണെന്ന് ആണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ കാരണം കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പാറയിടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നേരത്തെ സൂചിപ്പിച്ച സാഹചര്യമാണ്. നമ്മൾ കുതിരയിൽ പോകുമ്പോൾ വീഡിയോ ഒന്നും എടുക്കാതെ പൂർണ്ണമായ ശ്രദ്ധയോടെ ഇരിക്കണം. ഇങ്ങനെയുള്ള മലയിടുക്കിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തല ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ ഇടുങ്ങിയ പാതയാണ്. നേർമുകളിൽ പാറ വെട്ടിമാറ്റിയ പോലെയാണ്. അത് തലയിടിക്കാനുള്ള സാധ്യത ഉണ്ട്. നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന 1-2 ആൾക്കാർക്ക് ചെറുതായിട്ട് പാറയിൽ തട്ടിയും വീണുമെല്ലാം പരിക്ക് പറ്റുന്ന സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. അല്ലാത്തവർക്ക് ഇതേ ആവർത്തനം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈ വെള്ളച്ചാട്ടങ്ങളും മറ്റും ഭയങ്കര മനോഹരമാണ്. കുറച്ച് കുത്തനെയുള്ള കയറ്റം തന്നെയാണ്.
ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുതിര അതിരാവിലെ വന്നാൽ ബുദ്ധിമുട്ടാണ്. ഒരു 10 മണിയോടുകൂടി വരുമ്പോൾ റീസണബിൾ ആയിട്ടുള്ള എമൗണ്ടിന് കിട്ടും. അല്ലെങ്കിൽ വലിയ തുക അവർ മേടിക്കും, ഫിക്സഡ് ചാർജ് അല്ല. പല സന്ദർഭങ്ങളിലും ഈ ചാർജ്, ഒരു ഭാഗത്തേക്കുള്ള ചാർജ് 1500 മുതൽ 4000 രൂപ വരെ വാങ്ങും. അപ്പോൾ ഇത് ഒരു രാമക്ഷേത്രമാണ്. നമ്മൾ കണ്ടത് രാമക്ഷേത്രമാണ്. ഇത് യമുനയിൽ ഏറ്റവും താഴത്ത്, ഏകദേശം താഴത്തെത്തി കുറച്ചു നേരം വിശ്രമിച്ച് കയ്യും കാലമൊക്കെ കഴുകിയിരുന്ന വേളയിലെടുത്ത ഫോട്ടോവാണ്. ഇപ്പോൾ ഏകദേശം നമ്മൾ താഴ്വരയിൽ എത്തിക്കഴിഞ്ഞു. പാർക്കിംഗ് കുറച്ച് ദൂരെ നിർത്തിയത് കൊണ്ട് 6 കിലോമീറ്ററോളം ദൂരമുണ്ട്. 2 മണിക്കൂറിൽ താഴെ സമയം, 1.25 മണിക്കൂറോളം സമയമെടുത്താണ് താഴത്തേക്ക് എത്തിയത്. ഇവിടെ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയുമാണ് യമുനോത്രിയെക്കുറിച്ച് പറയാനുള്ളത്. ഇതിൻ്റെ കഥകളും മറ്റുമെല്ലാം ഇൻ്റർനെറ്റിലും എല്ലാം അവൈലബിൾ ആണ്. അതെല്ലാം വേണ്ട പോലെ റെഫർ ചെയ്ത് പോയി കഴിഞ്ഞാൽ കൂടുതൽ നന്നായി ആസ്വദിക്കാൻ സാധിക്കും.